ഒരു വലിയ സമരമാണ് നമ്മുടെയൊക്കെ ജീവിതം. പൊരുതിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥി രതീഷ് കുമാർ ഔട്ടായി അല്ലെങ്കിൽ എവിക്റ്റായി ഇജക്റ്റായി എന്നുള്ള തരത്തിലുള്ള ന്യൂസുകൾ ഇപ്പോൾ മീഡിയയിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫ്രീ മീഡിയ കേരള എന്ന ചാനലിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് രതീഷ് കുമാർ ഇജക്റ്റ് ആയിട്ടില്ല, ഡയറക്റ്റ് സീക്രട്ട് റൂമിലേക്ക് പോയി എന്ന ന്യൂസാണ് ഇപ്പം ചാത്തന്മാർ എനിക്ക് മുന്നിൽ കൊണ്ടു തന്നിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ഒരു 60% രതീഷ് കുമാർ സീക്രട്ട് റൂമിലേക്ക് പോയി ഔട്ടായി എന്ന രീതിയിലുള്ള ന്യൂസാണ് ബിഗ് ബോസ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾ സീക്രട്ട് റൂമിലേക്കാണ് പോയതെന്നും കളി കണ്ടതിന് ശേഷം അടുത്ത വീക്ക് തിരിച്ചു വരുമെന്നും ആണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇത് രതീഷ് കുമാർ ഫാൻസിന് ഒരു പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു കണ്ടന്റ് മേക്കർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്താക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, വിരളമാണ്. പിന്നെ കഴിഞ്ഞ സീസണിൽ ന്യൂസ് ചോരുന്ന പോലെ ഈ സീസൺ ന്യൂസുകൾ ചോരാത്തതുകൊണ്ടും ഒരു മീഡിയയ്ക്ക് ഒരു ന്യൂസും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം പുറത്തുപോയി എന്ന് പറയുന്ന ന്യൂസിനോട് എനിക്കത്ര യോജിപ്പില്ല. ഇത് സീക്രട്ട് റൂമിൽ പോയെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതുകൂടാതെ തന്നെ ഇദ്ദേഹം സീക്രട്ട് റൂമിൽ പോയെന്നാണ് ഇപ്പോൾ എനിക്ക് ചാത്തന്മാർ കൊണ്ടുതന്ന ന്യൂസ്. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്നാലും കളി ഇൻട്രസ്റ്റ് ആകാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 7 ദിവസവും കണ്ടന്റുകൾ നൽകി ആൾക്കാരെ രസിപ്പിച്ച രതീഷ് കുമാർ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നതാണ്.